കന്നത്തിൽ മുത്തത്തിൻ നീരം അത് കായവില്ലയേ. ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ തന്നെയാണ്. ഇതിൽ VU മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോ ബോർഡും ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു ബോർഡല്ല, വേറൊരു ബോർഡാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ അസംബിൾ ചെയ്തിട്ട് ഞാൻ ചാനലിൽ ഞാൻ ആംപ്ലിഫയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഇങ്ങനെ VU മീറ്റർ ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഓരോരുത്തർ എന്നോട് ചോദിച്ചാൽ VU മീറ്റർ എന്താ വെക്കാതെയെന്ന്. അതുകൊണ്ടാണ് ഞാൻ VU മീറ്റർ വെച്ചിട്ട് ഞാനൊരു ആംപ്ലിഫയർ ചെയ്ത് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിൽ പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് ടിപ്പ് 147, 142 സ്റ്റീരിയോ ബോർഡാണ് ഈ ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ള ഒരു ബോർഡാണ്. ഞാൻ വർക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓഡിയോ കിട്ടുന്ന ഒരു ബോർഡാണ്. നല്ലൊരു മിഡൊക്കെ നല്ല വർക്കിംഗ് ആയിരിക്കും ഇതിൻ്റെ. അതായത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഓഡിയോ കേൾക്കാൻ കഴിയും. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ 10 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 3-വേ ബാസ് ട്രബിൾ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞാൻ അധികം ചെയ്യുന്ന ആംപ്ലിഫയറുകളിലും 3-വേ ബാസ് ട്രബിൾ ബോർഡ് തന്നെയാണ് ഉപയോഗിക്കാറ്. ഇതുപോലുള്ള ഓഡിയോ ലെവൽ മീറ്റർ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു പൈസയും കൂടി കൂടുതൽ ആംപ്ലിഫയറിന് ചിലവാക്കേണ്ടി വരും. ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്ന കാണാനൊക്കെ ഇതുപോലെ നല്ല രസം ഉണ്ടാവും. ആ ഡാൻസിങ് ലൈറ്റൊക്കെ വരുമ്പോൾ നല്ലൊരു രസം തന്നെ ആയിരിക്കും. ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അസംബിൾ ചെയ്ത് തരും. ഇതുപോലെ VU മീറ്ററൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ, അതുപോലെ VU മീറ്റർ ഇല്ലാത്ത മോഡൽ വേണമെങ്കിൽ അതുപോലും ചെയ്തു തരും. അതുപോലെ തന്നെ സ്പീക്കർ ബോക്സുകൾ ഏത് മോഡൽ വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും.